നിങ്ങൾ 2026 ഇതൊന്ന് ചെയ്തു നോക്കൂ. നമുക്ക് രക്ഷപ്പെടാനായിട്ട് നല്ലൊരു മാർഗം ഫെങ്ഷുയിലൂടെ ഉണ്ട്. 2026 നമുക്ക് രക്ഷപ്പെടാനായിട്ട് സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 9 ആണ്. ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സൗഭാഗ്യങ്ങൾ തരുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ ആനുവൽ സ്റ്റാർ 9 ആണ്. പ്രധാന വാതിൽ, ബെഡ്റൂം ഒക്കെ ആ ദിക്കിലുള്ളവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും മറ്റു പലതരത്തിലുള്ള പുരോഗതികളും ഈ 2026 കിട്ടുമെന്നുള്ളതാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നത്. നമസ്തേ. നമുക്ക് ഒരു പുതിയ വർഷവും കൂടി വരാൻ പോവുകയാണ്. 2025 ഏകദേശം തീരാൻ പോകുന്നു. 2026 വരാൻ പോകുന്നു. അപ്പം 2025 നമ്മൾ പല പരിപാടികളും ചെയ്തു നോക്കി, നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ 2026 ഇതൊന്ന് ചെയ്തു നോക്കൂ. നമുക്ക് രക്ഷപ്പെടാനായിട്ട് നല്ലൊരു മാർഗം ഫെങ്ഷുയിലൂടെ ഉണ്ട്. അത് എന്തൊക്കെ മാർഗങ്ങളാണ് എന്നുള്ളത് നോക്കാം. ഇപ്പം നമുക്ക് ഓരോ വർഷവും വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. അതിനെ ആനുവൽ സ്റ്റാർ എന്നാണ് പറയുന്നത്. അത് എല്ലാ വർഷവും ഇപ്പൊ ഈ 2025 ഓരോ ദിക്കിലും നിലവിലുണ്ട്. അത് മാറി 2026 പുതിയ നക്ഷത്രങ്ങൾ വരികയും ചെയ്യും. അതിനൊരു ടൈം പറയുന്നുണ്ട്. അതായത് ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 17 തുടങ്ങി 2027 ഫെബ്രുവരി 5 വരെയുള്ള ഒരു വർഷമാണ് ഒരു ചൈനീസ് കാലഘട്ടം. അപ്പം ആ ടൈമുകളിൽ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള നമ്പറുകളെയാണ് നക്ഷത്രങ്ങളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതിലൊരു നമ്മൾ ഒരു കോളം വരയ്ക്കുന്നു. അതിനെ കറക്റ്റ് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ദിക്കുകൾ: സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായി. ഇതിൽ ഓരോ ദിക്കിലും വർഷാവർഷം ഓരോ നമ്പറുകളുണ്ട്. 1 മുതൽ 9 വരെയുള്ള നമ്പറുകളെയാണ് നക്ഷത്രങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് 2026 സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 9 ആണ്. അതായത് 9 എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് 2026 ഫെബ്രുവരിയിൽ എവിടെ വരുന്നത്? ഏതൊരു വീടിന്റെയും സ്ഥാപനത്തിന്റെയും ബിൽഡിങ്ങിന്റെയും, അത് ലോകത്ത് എവിടെ ആയാലും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റാറുകൾക്കും ഓരോ സ്വഭാവമുണ്ട്. അതിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സൗഭാഗ്യങ്ങൾ തരുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ ആനുവൽ സ്റ്റാർ 9 ആണ്. അപ്പോൾ അത് സൗത്ത് ഈസ്റ്റിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ പ്രധാന വാതിൽ, ബെഡ്റൂം ഒക്കെ ആ ദിക്കിലുള്ളവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും മറ്റു പലതരത്തിലുള്ള പുരോഗതികളും ഈ 2026 കിട്ടുമെന്നുള്ളതാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നത്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. ഒന്നുകിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ ഭാഗത്തൊരു എൻട്രൻസ് ഉണ്ടായിരിക്കുക, അതായത് സൗത്ത് ഈസ്റ്റിൽ എൻട്രൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടായിരിക്കും. അപ്പൊ എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും ചെറിയ, വളരെ ചെറിയ ഒരു ഫൗണ്ടൻ, ഒരു വാട്ടർ ഫൗണ്ടൻ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ്, അതായത് നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് നിങ്ങളുടെ സ്വീകരണ മുറി വന്നിരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കാം. വെള്ളം മൂവ് ചെയ്യുന്ന ഒരു ഫൗണ്ടൻ വെച്ചിട്ട് ഡെയിലി ഒരു 3 മണിക്കൂർ ചെയ്യാം. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫൗണ്ടൻ ആയിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാസ്തുപ്രകാരം അഗ്നികോണാണ്. അതുകൊണ്ട് അധികം ജലം ഇവിടെ ചലിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഏരിയകളിൽ ഏറ്റവും മോശകരമായിട്ടുള്ള ചില സ്റ്റാറുകൾ ഈ 2026 ഫെങ്ഷു പ്രകാരം വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയൊരു ഫൗണ്ടൻ സൗത്ത് ഈസ്റ്റിൽ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. അതേപോലെ തന്നെ ആ ദിക്കിൽ നിങ്ങൾക്ക് എലമെന്റുകൾ ഉപയോഗിക്കാം. എന്ത് എലമെന്റ്? വുഡ് എലമെന്റ്സ് ഉപയോഗിക്കാം. നല്ല ലക്കി ബാമ്പു, മണി പ്ലാന്റ്, അങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്രീ ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ, നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ, അതായത് വീടിന്റെ മൊത്തം സൗത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ മെയിൻ ഡോർ, അവിടെയാണ് നിങ്ങളുടെ ലിവിംഗ്, അവിടെയാണ് നിങ്ങളുടെ സിറ്റ് ഔട്ട് എങ്കിൽ ആ ഭാഗങ്ങളിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻട്രൻസ് ആണെങ്കിൽ ചെയ്യാം. ബെഡ്റൂമുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെഡ് കളർ, ഒരുപാട് വലുതൊന്നും വേണ്ട, ഒരു മിനിമം 4 സ്ക്വയർ ഫീറ്റ് എങ്കിലും വരുന്ന റെഡ് കളർ മാറ്റുകൾ അല്ലെങ്കിൽ റെഡ് പില്ലോസ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2026 സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. അതിനോടൊപ്പം നിങ്ങൾക്ക് ഫെങ്ഷുയുടെ ചില സിംബൽസുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. സിറ്ററിന്റെ സ്റ്റോൺസ്, ഇൻഗോട്ട്, അതുപോലെ തന്നെ ചൈനീസ് കോയിൻ, അങ്ങനെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു വെൽത്ത് വേസ് നമ്മുടെ ബെഡ്റൂമിന്റെയോ സ്വീകരണ മുറിയുടെയോ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് തരും. 2026 ചില ടൂൾസുകൾ ഞാൻ കാണിക്കാം. ചൈനീസ് കോയിന്റെ കോപ്പർ കോയിൻസ് അല്ലെങ്കിൽ ബ്രോൺസ് കോയിൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതിനോടൊപ്പം വെക്കാവുന്ന മറ്റൊരു കോയിൻസ് എന്ന് പറയുന്നത്
ഗോൾഡ് കോയിൻ ആണ്. അപ്പോൾ ഇതും നമുക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ വെക്കാം? സൗത്ത് ഈസ്റ്റിൽ വെക്കാം. അതുപോലെ ഇത് സിട്രിന്റെ ബ്രേസ്ലെറ്റ് ആണ്. ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റോൺസ് ഒരു ബൗളിനകത്ത് വെച്ച് ഈ ഭാഗത്ത് വെക്കുന്നതും വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ല സ്റ്റോൺസ് ആണ്. നല്ലൊരു റിസൾട്ട് അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇൻഗോട്ട് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ വെക്കുന്നത് 2026 സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ നല്ലൊരു ടൂളായിട്ട് ഫെങ് ഷുയിൽ കണക്കാക്കുന്നു.